കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മൺ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 14 സർഗത്തിലത്തെ 91 ശ്ലോകം, അതായത് ഭരതൻ പാദങ്ങളെ നമിച്ചതിന് ശേഷം ഭരതൻ സുഗ്രീവനോട് പറഞ്ഞു എന്ന് പറഞ്ഞില്ല. അങ്ങനെ സുഗ്രീവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശത്രുഘ്നൻ വളരെ വിനയത്തോടു കൂടി രാമനെയും ലക്ഷ്മണനെയും നമസ്കരിച്ച ശേഷം സീതയുടെ പാദങ്ങളെ തൊട്ട് വന്ദിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തി. രാമോ മാതരമാസാദ്യ വിവർണം ശോകവിഹ്വലം ജഗ്രാഹ പ്രണത പാദൗ മനോ മാതു പ്രസാദയൻ. രാമൻ ശോകവിഹ്വലാം, അതായത് ദുഃഖത്താൽ അങ്ങേയറ്റം പരവശയും, വിവർണം അതായത് ഇങ്ങനെ വിളർത്തവളും, മാതരമാസാദ്യ മാതാവിനെ പ്രാപിച്ചിട്ട്, അതായത് ദുഃഖം കൊണ്ടിങ്ങനെ വിളർത്തുന്നു, അങ്ങനെയുള്ള അമ്മയെ പ്രാപിച്ചിട്ട് പ്രണത നമസ്കരിച്ചവനും, മാതു മനഃ പ്രസാദയൻ അമ്മയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നവനായിട്ട്, പാദൗ ജഗ്രാഹ പാദങ്ങളെ സ്പർശിച്ചു, പാദം കാല് പിടിച്ചു എന്ന്. എന്താണ് ഈ ദുഃഖത്തിൻ്റെ, അതായത് രാമൻ പോയതിൻ്റെ ദുഃഖം കൊണ്ട്, ദുഃഖപാരവശ്യം കൊണ്ട് വളരെ വിളർത്ത ആ അമ്മയുടെ സമീപത്ത് ചെന്ന് രാമൻ ആ മാതാവിൻ്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്ന തരത്തിൽ മതിയായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നോക്കാം. രാമോ മാതരമാസാദ്യ വിവർണം ശോകവിഹ്വലം ജഗ്രാഹ പ്രണത പാദൗ മനോ മാതു പ്രസാദയൻ. അമ്മയെ സന്തോഷിപ്പിച്ചുകൊണ്ട് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി, പിന്നെ നമസ്കരിച്ചു. കൈകേയീം ച സുമിത്രാം ച നാനാമേതരമാതരൗ ഭരതപാദുകേ തേ തു രാഘവസ്യ സുഭൂജിതേ യോജയാമാസ രാമസ്യ പാദയോർഭക്തിസംയുതഃ. ഇതരമാതരൗ, ബാക്കി 2 മാതാക്കളെ ആരൊക്കെയാണ്? കൈകേയും സുമിത്രയെയും നനാമാച്ച നമിച്ചു, അതായത് നമസ്കരിച്ചു. ഭരതൻ സുപൂജിത കൂജിത പൂജിക്കപ്പെട്ടതായ രാഘവസ്യ തേ പാദുകെ രാഘവൻ്റെ ആ പാദുകങ്ങളെ, ചെരുപ്പം, ഭക്തി സംയുത ഭക്തിയോടുകൂടിയിട്ട് രാമസ്യ പാദയോഹോ രാമൻ്റെ പാദങ്ങളിൽ യോജയാമാസ യോജിപ്പിച്ചു. രാമന് തിരിച്ചു കൊടുത്തു പാദുകം, എന്നിട്ട് രാമൻ ഇട്ടു എന്നർത്ഥം. അതായത് കൈകേയി സുമിത്ര എന്ന ബാക്കി 2 അമ്മമാരെയും രാമൻ നമസ്കരിച്ചു. അപ്പം ഭരതൻ താൻ ഇത്ര കാലവും വളരെ ഭക്തിപൂർവം പൂജിച്ച ആ ഭഗവാന്റെ പാദുകങ്ങളെ, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പാദുകങ്ങളെ ഭക്തിപൂർവം ശ്രീരാമപാദങ്ങളിൽ തന്നെ വെച്ചു കൊടുത്തു. കൈകേയീം ച സുമിത്രാം ച നാനാമേതരമാതരൗ ഭരത പാദുകേ തേ തു രാഘവസ്യ സുപൂജിതേ യോജയാമാസ രാമസ്യ പാദയോർഭക്തിസംയുതഃ. 95. രാജ്യമേതന്യാസഭൂതം മയാ നിർയാപിതം തവ അദ്യ മേ സഫലം ജന്മ ഫലിതോ മേ മനോരഥ യത് പശ്യാമി സമായാതമയോധ്യാം ത്വാമഹം പ്രഭോ. ന്യാസഭൂതം, അതായത് എന്നിൽ അർപ്പിക്കപ്പെട്ടതായ അല്ലെങ്കിൽ എന്നിൽ ഏൽപ്പിക്കപ്പെട്ടതായ ഏതത് രാജ്യം, ഈ രാജ്യം മയ എന്നാൽ തവ അങ്ങയ്ക്ക് നിർയാപിതം തിരികെ സമർപ്പിക്കപ്പെട്ടു. അതായത് കാട്ടിലേക്ക് പോകാറാകുമ്പോൾ ഭരതനിൽ സമർപ്പിച്ച രാജ്യം, അതാണ് എന്നിൽ സമർപ്പിച്ച രാജ്യം, ഞാൻ അങ്ങേ തന്നെ തിരിച്ചേൽപ്പിക്കണമെന്ന്. പ്രഭോ, അല്ലയോ പ്രഭോ, അയോധ്യാം സമായാതം ത്വാം അയോധ്യയ്ക്ക് തിരിച്ചെത്തിയ അങ്ങയെ അഹം പശ്യാമി ഞാൻ കാണുന്നു എന്നത് അദ്യമേ ജന്മസഫലം, എനിക്കൊരു ജന്മസാഫല്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട് അങ്ങ് തിരിച്ചു വന്ന് കണ്ടത്. മേ മനോരഥ, എൻ്റെ ആഗ്രഹം ഫലിച്ചു എന്ന്. എന്താ പറയണേ? ഹേ പ്രഭോ, രാമചന്ദ്ര പ്രഭോ, എന്നെ അങ്ങ് ഏൽപ്പിച്ചില്ലേ ഈ രാജ്യം, ഞാൻ തിരികെ അങ്ങയുടെ പാദങ്ങളിൽ തന്നെ സമർപ്പിച്ചിരിക്കുന്നു.
അങ്ങ് വളരെ ഒരു കേടുകൂടുകളൊന്നും കൂടാതെ അങ്ങ് സുഖമായിട്ട് മടങ്ങി അയോധ്യയിലെത്തി എനിക്ക് അങ്ങയെ കാണുന്നത് കൊണ്ട് തന്നെ എൻ്റെ ജന്മം സഫലമായി. അത്ര സന്തോഷമായി എന്ന്. എൻ്റെ ആഗ്രഹം സാധിച്ചു. അങ്ങ് മടങ്ങി വരണ വരെ ഞാൻ രാജ്യം അങ്ങയുടെ പാതുകങ്ങളെ വെച്ച് ഭരിച്ചു. ഇപ്പം അത് അങ്ങയ്ക്ക് തിരിച്ചേൽപ്പിച്ചു. അങ്ങ് ഈ 14 കൊല്ലം കഴിഞ്ഞ് വന്നത് കാണാനിടയായ തന്നെ എൻ്റെ ഒരു ജന്മസാഫല്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ ആഗ്രഹം സാധിച്ചു എന്ന് ഭരതൻ പറഞ്ഞു. രാജ്യമേതന്യാസഭൂതം മയാ നിര്യാപിതം തവ, അങ്ങയ്ക്ക് തന്നെ തന്നു എന്ന്. അദ്യമേ സഫലം ജന്മ ഫലിതോ മേ മനോരഥ, എൻ്റെ ജന്മം സഫലായി, എൻ്റെ മനോരഥം സാധിച്ചു. യത് പശ്യാമി സമായാതമയോധ്യാം ത്വാമഹം പ്രഭോ, അങ്ങ് ഇവിടെ വന്ന് കണ്ടതോടുകൂടി എൻ്റെ ജന്മം സഫലമായി. ഇനി 96. കോഷ്ഠാകാരം ബലം കോശം കൃതം ദശഗുണം മയാ ത്വത്തേജസാ ജഗന്നാഥ പാലയസ്വ പുരം സ്വകം. മോഷ്ഠാകാരം, അതായത് കോഷ്ഠാകാരം, അന്നസത്രം, അതായത് ദിവസേന എല്ലാവർക്കും ചോറ് കൊടുക്കണതേ. ബലം കോശം, സൈന്യം. ഭണ്ഡാരം, അതായത് രാജ്യത്തെ ഫൈനാൻസൊക്കെ. മയ, എന്നാൽ. ത്വത്തേജസ, അങ്ങയുടെ അനുഗ്രഹത്താൽ. ദശഗുണം കൃതം, ഞാനെല്ലാം 10 ഇരട്ടിയാക്കിയെന്ന്. അതായത് അന്നദാനം മുമ്പ് കൊടുത്തിരുന്നതിനേക്കാളും 10 ഇരട്ടി ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. സൈന്യങ്ങളെ വർദ്ധിപ്പിച്ചു, ഭണ്ഡാരത്തിലത്തെ പൈസ വർദ്ധിപ്പിച്ചു. അതിൻ്റെ അർത്ഥം നന്നായിട്ട് ഭരിച്ചു. ജഗന്നാഥ, ഹേ ലോകത്തിൻ്റെ മുഴുവൻ നാഥ, സ്വകം പുരം, അങ്ങയുടെ ഈ അയോധ്യാപുരത്തെ പാലയസ്വ, ഇനി അങ്ങു തന്നെ പാലിച്ചാലും. എന്താ പറഞ്ഞാൽ, എന്നെ ഏൽപ്പിച്ചില്ലേ അങ്ങ് ആ രാജ്യത്തിൻ്റെ ഭാരവും അതിലത്തെ അന്നസത്രവും സൈന്യവും ഭണ്ഡാരവും ഒക്കെ ഞാൻ അങ്ങ് എനിക്ക് തന്നതിനേക്കാളും 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ സാധിച്ചത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. എനിക്കതിൽ യാതൊരു ക്രെഡിറ്റും ഇല്ല എന്ന് പറയണം. അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് അതെനിക്ക് 10 ഇരട്ടിയാക്കിയിട്ട് വർദ്ധിപ്പിച്ചിട്ട് വളരെ വേണ്ട പോലെ രാജ്യം ഭരിക്കാൻ സാധിച്ചു എനിക്ക്. അത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ്, എൻ്റെ ശക്തി കൊണ്ടല്ല. അങ്ങയുടെ വൈഭവം കൊണ്ടും അനുഗ്രഹം കൊണ്ടാണ്. ഹേ ജഗന്നാഥ, അങ്ങയുടെ രാജ്യത്തെ ഇനി അങ്ങു തന്നെ സംരക്ഷിച്ചാലും എന്ന് പറഞ്ഞു. കോഷ്ഠാകാരം ബലം കോശം കൃതം ദശഗുണം മയാ തത്തേജസാ ജഗന്നാഥ പാലയസ്യ പുരം സ്വകം. ഇതി ബ്രുവാണം ഭരതം ദൃഷ്ട്വാ സർവേ കപീശ്വരാഃ മുമുചുന്നേത്രജം തോയം പ്രശംസുർമുദാന്വിതാഃ. ഇതി ബ്രുവാണം, ഇങ്ങനെ പറയുന്ന ഭരതം ദൃഷ്ട്വ, ഭരതനെ കണ്ടിട്ട് സർവേ കപീശ്വരാഃ, എല്ലാ വാനരശ്രേഷ്ഠന്മാരും നേത്രജം തോയം, അവരുടെ കണ്ണുകളിൽ ഉരുണ്ടുകൂടിയ ജലത്തെ, കണ്ണിന്ന് വെള്ളം വന്നു, മുമുചു, മോചിപ്പിച്ചു, മീൻസ് കണ്ണിന്ന് വെള്ളം അവരുടെയൊക്കെ ഒഴുകി. മുദ അന്വിത, സന്തോഷത്തോടു കൂടിയവരായിട്ട് പ്രശംസു, അതായത് ഭരതനെ പ്രശംസിച്ചു. എത്ര നല്ലൊരു അനുജനാണല്ലേ, സഹോദരനാണല്ലേ. ഇങ്ങനെ പറയുന്ന ഭരതനെ കണ്ടിട്ട് അവിടെ കൂടിയിട്ടുള്ള വാനരന്മാരെല്ലാവരുടെയും കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകി അങ്ങേയറ്റം സന്തോഷമുള്ളവരായിട്ട് അവർ ഭരതനെ പ്രശംസിച്ചു. ഇതി ബ്രുവാണം ഭരതം ദൃഷ്ട്വാ സർവേ കപീശ്വരാഃ മുമുചുന്നേത്രജം തോയം പ്രശംസുർമുദാന്വിതാഃ. തതോ രാമ പ്രഹൃഷ്ടാത്മാ ഭരതം സ്വാംഗഗം മുദാ യയൗ തേന വിമാനേന ഭരതസ്യാശ്രമം തഥാ. തഥ പ്രഹൃഷ്ടാത്മാ രാമ, അതിനുശേഷം സന്തോഷിച്ച മനസ്സോടുകൂടിയ രാമൻ ഭരതനെ സ്വാംഗകം കൃത്വ, തൻ്റെ മടിയിലിരുത്തിയിട്ട് തേന വിമാനേന, ആ വിമാനത്തോടുകൂടെ ഭരതസ്യ ആശ്രമം, ഭരതൻ്റെ ആശ്രമത്തെ, അതായത് നന്ദിഗ്രാമത്തിലെ ഭരതൻ താമസിച്ചിരുന്ന ആശ്രമത്തിലേക്ക് മുദായയൗ, സന്തോഷത്തോടു കൂടി പോയി എന്ന്. അതായത് മനസ്സിന് വളരെയധികം സന്തോഷമായിട്ട് രാമൻ ഭരതനെ മടിയിലിരുത്തിയിട്ട് ആ വിമാനത്തിൽ കൂടി സന്തോഷപൂർവ്വം ഭരതൻ്റെ ആശ്രമത്തിലേക്ക് പോയി.
തതോ രാമ പ്രഹൃഷ്ടാത്മാ ഭരതം സ്വാംഗം മുദാ യയൗ തേന വിമാനേന ഭരതസ്യാശ്രമം തദാ അവരുഹ്യ തദാ രാമോ വിമാനാഗ്രാൻ മഹീതലം അബ്രവീത് പുഷ്പകം ദേവോ ഗച്ഛ വൈശ്രവണം വഹ അനുഗച്ഛാനുജാനാമി കുബേരം ധനപാലകം. എന്താ അറിയോ ഇനി പറയണത്? തഥാ രാമ, അപ്പോൾ രാമൻ വിമാനാഗ്രാത്, വിമാനത്തിൻ്റെ അറ്റത്ത് നിന്ന് മഹീതലം അവരുഹ്യ, ഇറങ്ങിയിട്ട്, അതായത് വിമാനത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് ദേവൻ പുഷ്പകം അബ്രവീത്, പുഷ്പകത്തോട് പറഞ്ഞു, വിമാനത്തിനോട് പറഞ്ഞു ഇറങ്ങിയതിന് ശേഷം, അനുഗച്ഛ, നീ പോയിക്കോളൂ. എങ്കടെ തന്നെ പോകാനൊക്കെ പറ്റും വിമാനത്തിന്, അങ്ങനെയാണല്ലോ, മനസ്സിറങ്ങി സഞ്ചരിക്കണതൊക്കെയാണേ. നീ പൊക്കോളൂ എങ്കടെ അനുജാനാമി, അതായത് അനുജ്ഞ നൽകുന്നേൻ, അതായത് ഞാൻ പൊക്കോളാൻ പറയുകയാണ്, കൽപ്പിക്കുകയാണ്, പൊക്കോളൂ, എൻ്റെ നീ പോണത് എനിക്ക് സമ്മതമാണെന്നർത്ഥം. വൈശ്രവണം, വിശ്രവസിൻ്റെ പുത്രനും പിന്നെയോ ധനാധിപനുമായ, അതായത് കുബേരനെ വഹിച്ചാലും ഗച്ഛ. ശരിക്കത് വൈശ്രവണൻ്റെ പിന്നെ വിശ്രവസിൻ്റെ മകനായിട്ടുള്ള വൈശ്രവണൻ, അല്ലെങ്കിൽ നമ്മൾ കുബേരൻ എന്ന് പറയും അല്ലേ, ധനത്തിൻ്റെ അധിപൻ, ധനാധിപൻ. വിശ്രവസ് മഹർഷിയുടെ പുത്രന്മാരാണ് ആര്? വൈശ്രവണൻ അല്ലെങ്കിൽ കുബേരനും പിന്നെ രാവണനുമേ. അമ്മമാർ രണ്ടാന്നേ ഉള്ളൂ. വിശ്രവസിൻ്റെ 2 ഭാര്യമാരിലെ വൈശ്രവണൻ ഒരു ഭാര്യയിലെ വൈശ്രവണൻ്റെ അമ്മയും രാവണൻ്റെ അമ്മയും ഒന്നല്ല, പക്ഷെ അച്ഛനൊന്നാണ്. രണ്ടാളും വിശ്രവസിൻ്റെ പുത്രന്മാരാണ്. അപ്പോൾ ശരിക്കും ഈ വൈശ്രവണൻ്റെ ആയിരുന്നു ഈ വിമാനം. അത് രാവണൻ തട്ടിയെടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ തിരിച്ചു വന്ന് അയോധ്യയിലെത്തിയപ്പോൾ ഭഗവാൻ പുഷ്പവിമാനത്തിനോട് പറഞ്ഞു, ഇനി വൈശ്രവണനെ വഹിച്ചാലും വൈശ്രവണൻ്റെ വാഹനമായിട്ടിരുന്നാലും എന്ന് പറഞ്ഞേക്കുകയാണ്. അതാണ് ഭരതാശ്രമത്തിലെത്തിയപ്പോൾ രാമൻ വിമാനത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പുഷ്പവിമാനത്തോട് പറഞ്ഞു, നീ പോയിക്കോളൂ, ഞാൻ സമ്മതം തരുന്നു. വിശ്രവസിൻ്റെ പുത്രനും ധനേശ്വരനുമായിട്ടുള്ള കുബേരനെ വഹിച്ചു കൊള്ളുക, അതായത് കുബേരൻ്റെ വാഹനമായി ഇരുന്നാലും എന്ന് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ആരോടെ? പുഷ്പവിമാനത്തിനോട്. ശരിക്കും ഇറ്റ് ബിലോങ്സ് ടു വൈശ്രവണൻ്റെ ആണത്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാനേ. അവരുഹ്യ തഥാ രാമോ വിമാനാഗ്രാൻ മഹീതലം, ഇറങ്ങിന്ന് ഭൂമിയിലേക്ക്. എന്നിട്ട് അബ്രവീൽ പുഷ്പകം ദേവനായിട്ടുള്ള രാമൻ പുഷ്പകത്തിനോട് പറഞ്ഞു, അബ്രവീത് ഗച്ഛ വൈശ്രവണം വഹ, വൈശ്രവണൻ്റെ വാഹനമായിട്ട് പൊക്കോളൂന്ന്. ജാനാമി, ഞാൻ സമ്മതം തന്നിരിക്കണമെന്ന്. കുബേരം ധനപാലകം, കുബേരൻ അല്ലെങ്കിൽ വൈശ്രവണൻ 2 പേരും പറയട്ടോ. ഇനി ഈ സർഗത്തിലത്തെ അവസാനത്തെ ശ്ലോകമായി 100 ശ്ലോകം, 100ാമത്തെ ശ്ലോകമാണ് നമ്മൾ 14ാം സർഗത്തിലത്തെ കേട്ടോ. രാമോ വസിഷ്ഠസ്യ ഗുരോഹ പദാംബുജം നത്വാ യഥാ ദേവഗുരോഹ ശതക്രതു ദത്വാ മഹാർഹാസനമുത്തമം ഗുരോരുപാവിവേശാഥ ഗുരോഹ സമീപതഃ. അത് കഴിഞ്ഞിട്ട് ശ്രീരാമൻ രാമഃ ശതക്രതു, ഇന്ദ്രൻ ദേവഗുരോ യഥ, അതായത് ഇന്ദ്രൻ ബൃഹസ്പതിയെ എന്ന പോലെ, ദേവന്മാരുടെ ഗുരുവാരാ ബൃഹസ്പതി. അത് കഴിഞ്ഞതിന് ശേഷം ശ്രീരാമൻ ഇന്ദ്രൻ ബൃഹസ്പതിയെ എന്ന പോലെ അല്ലെങ്കിൽ ദേവഗുരുവിനെ എന്ന പോലെ തൻ്റെ സ്വന്തം ഗുരുവായ ഗുരോഹ വസിഷ്ഠസ്യ, ഗുരുവായ വസിഷ്ഠൻ്റെ പദാംബുജം നത്വ, അതായത് പാദങ്ങളെ നമിച്ചിട്ട് ഉത്തമം മഹാർഹാസനം, ഉത്തമമായ മഹാപൂജ്യ ആസനത്തെ ഗുരോഹ ദത്വ, ഗുരുവിന് നൽകിയിട്ട് ഇരിക്കാനേ ആസനം കൊടുത്തിട്ട് ഗുരോഹ സമീപത, ഗുരുവിൻ്റെ സമീപത്തിൽ അഥ ഉപാവിവേശ, അനന്തരം ഉപവേശിച്ചു. എന്താ പറഞ്ഞറിയോ? ശ്രീരാമൻ എങ്ങനെയാണ് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ പാദാംബുജത്തിൽ നമസ്കരിക്കുക, അതുപോലെ ശ്രീരാമൻ്റെ ഗുരുവായിട്ടുള്ള വസിഷ്ഠൻ്റെ പാതാരവിന്ദത്തെ നമസ്കരിച്ചു. ഉത്തമമായ, എന്നിട്ട് ഗുരുവിന് ഇരിക്കാൻ ഉത്തമമായ ആസനം നൽകി. അതിനുശേഷം ഗുരുവിനെ ഇരുത്തിയതിന് ശേഷം ഗുരുവിൻ്റെ സമീപത്തിൽ ശ്രീരാമൻ ഇരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ സർഗം അവസാനിപ്പിക്കണം. രാമോ വസിഷ്ഠസ്യ ഗുരോഹ പദാംബുജം നത്വാ യഥാ ദേവഗുരോഹ ശതക്രതു ദത്വാ മഹാർഹാസനമുത്തമം ഗുരോഹ രൂപാവിവേശാഥ.
ഗുരോരുപാവിവേശാഥ ഉപവിവേശ എന്നാണ്. അപ്പോൾ അതായത് ഗുരുവിൻ്റെ അടുത്ത് ഇരുന്നു എന്നർത്ഥം. ഗുരോരുപാവിവേശാഥ ഗുരോഹോ സമീപതഃ. അപ്പം നമ്മൾ 44 സർഗം കഴിഞ്ഞു. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡേ ചതുർദശോധ്യായ. ഇനി യുദ്ധകാന്ഡം 15-ാം സർഗമാണ്. അത് നമുക്ക് കുറച്ച് ചെയ്യാം. അപ്പോൾ സാധാരണ എല്ലാ സർഗവും തുടങ്ങണ പോലെ ശിവൻ പറയണതായിട്ട് ശ്രീ മഹാദേവ ഉവാച തതസ്തു കൈകേയീ പുത്രോ ഭരതോ ഭക്തി സംയുത ശിരസ്യഞ്ജലിമാധായ ജ്യേഷ്ഠം ഭ്രാതരം അബ്രവീദ്. തതഹത്തു അതിനുശേഷം കൈകേയീ പുത്ര കൈകേയുടെ പുത്രനായ ഭരതൻ ഭക്തി സംയുത ഭക്തിയോടുകൂടിയവനായിട്ട് ശിരസിൽ അഞ്ജലിമാധായ തലയിൽ കൈ വെച്ച് തൊഴുതുകൊണ്ട് ജ്യേഷ്ഠം ഭ്രാതരം ജ്യേഷ്ഠ സഹോദരനായ ശ്രീരാമനോട് അബ്രവീത് പറഞ്ഞു. അപ്പോൾ ശിവൻ പറയാണ്, അപ്പോൾ ഗുരുവിൻ്റെ അടുത്തിരുന്നു, വസിഷ്ഠൻ്റെ അടുത്തിരുന്നു എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അത് അവസാനിപ്പിച്ചത് അങ്ങനെയാണല്ലോ. അപ്പോൾ വസിഷ്ഠനും ശ്രീരാമചന്ദ്രനും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൈകേയിയുടെ മകനായിട്ടുള്ള ഭരതൻ അതായത് അടുത്ത് ചെന്നു. എന്നിട്ട് വളരെ ഭക്തിയോട് കൂടിയിട്ട് ശിരസ്സിൽ കൈ വെച്ച് 2 കൈയും ശിരസ്സിൽ വെച്ച് കൂപ്പിക്കൊണ്ട് ജ്യേഷ്ഠ സഹോദരനോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഈ ശ്ലോകം. ശ്രീ മഹാദേവ വാച തതസ്തു കൈകേയീ പുത്രോ ഭരതോ ഭക്തി സംയുത ശിരസ്യഞ്ജലിമാധായ ജ്യേഷ്ഠം ഭ്രാതരമബ്രവീദ്. ഇനി എന്താ പറയണേ? മാതാമേ സൽകൃത രാമ ദത്തം രാജ്യം ത്വയാ മമ ദദാമി തത്തേ ച പുനര്യഥ ത്വമദദാ മമ. രാമ ഹേ രാമ, മേ മാതാ എൻ്റെ മാതാവ് അസത്കൃത അസത്തായച്ചാലോ അസത്തായിട്ടുള്ള അശുഭമായ കൃതത്തോടെ കർമ്മത്തോടെ കൂടിയവൾ. അതായത് അമ്മ ഒരു അരുതാത്ത വളരെ നിന്ദ്യയായിട്ടുള്ളൊരു കർമ്മമാണ് ചെയ്തത് എൻ്റെ അമ്മ കൈകേയി. ത്വയ നിന്തിരുവടിയാൽ മമ എനിക്കായിക്കൊണ്ട് രാജ്യം ദത്തം രാജ്യം ദാനം ചെയ്യപ്പെട്ടു. യഥാത്വം ഏതൊരു വിധം നിന്തിരുവടി മമ എനിക്ക് അതദാ ദാനം ചെയ്തുവോ തദ് അതേ വിധം തേജ അങ്ങയ്ക്കായിക്കൊണ്ട് പുനഃദദാമി. ഞാൻ അമ്മയുടെ ഒരു ചീത്ത പ്രവൃത്തിക്കാരനാണ് അങ്ങ് എനിക്ക് രാജ്യം ദാനം ചെയ്യേണ്ടി വന്നത് അല്ലേ. ഇപ്പം ഞാൻ എന്താ തിരിച്ചു തരുവാണ്. എൻ്റെ മാതാവ് അതായത് അല്ലയോ രാമ, എൻ്റെ അമ്മ ഒരു അശുഭകർമ്മം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ അതിൻ്റെ ഫലമായിട്ട് അങ്ങ് എനിക്ക് ഏതൊരു രാജ്യമാണ് എനിക്ക് നൽകിയത്, ഏതൊരു വിധത്തിൽ രാജ്യത്തെ എനിക്ക് തന്നുവോ അതേ വിധം തന്നെ ആ രാജ്യത്തെ ഞാൻ അങ്ങയ്ക്ക് മടക്കി തരുന്നു. അതായത് കൈകേയിയാണല്ലോ പറഞ്ഞത് ഭരതന് രാജ്യം കൊടുക്കണം, രാമൻ വനത്തിലേക്ക് പോകണം എന്ന് കൈകേയി പറഞ്ഞുല്ലോ. അങ്ങനെ അതുകൊണ്ടാണല്ലോ എന്ന് പറയാണ്. പക്ഷേ ഇതിന് വേറൊരു വ്യാഖ്യാനം ഉണ്ടെന്നാണ് പറയണത്. എൻ്റെ അമ്മയെ നിന്തിരുവടി സൽക്കരിച്ചു. അമ്മ അന്യായമായിട്ടും അശുഭമായിട്ടുമുള്ള കാര്യങ്ങളൊക്കെ അറിയാതെ തൻ്റെ അറിവ് കൂടാതെ അത് അമ്മയുടെ ഇഷ്ടമൊക്കെ അമ്മ സാധിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അമ്മ അങ്ങ് അമ്മയോട് പൊറുക്കുകയും ചെയ്തു അല്ലേ. അതായത് ഇപ്പം പ്രതിജ്ഞയുടെ അവധിയൊക്കെ കഴിഞ്ഞൂടോ, എന്നെ ഏൽപ്പിച്ച മുഴുവൻ രാജ്യവും എന്താ ഞാൻ മടക്കി തരുന്നു എന്ന് പറയാണ്. അതായത് അത് മുമ്പ് പറഞ്ഞു എങ്കിലും ഒന്നും കൂടി ഗുരുവിൻ്റെ മുമ്പിൽ വെച്ച് പറയുകയാണേ. അതാണ് മാതാമേ സൽകൃത രാമ ദത്തം രാജ്യം ത്വയാ മമ. എങ്ങനെ ഇതിന് 2 തരത്തിൽ പറയുക, സൽകൃത രാമെന്നും അസത്കൃത രാമ രണ്ടും പറയാം. അങ്ങനെയാണ് ഇതിൽ പറയണത്. മാതാമേ അസൽകൃത രാമ ദത്തം രാജ്യം ത്വയാ മമ ദദാമി ദത്തത്തെ ച പുനര്യഥാ തഥാ ത്വമദദാ മമ. ഞാൻ തിരിച്ചു വന്നു. ഇത്യുക്ത്വാ പാദയോർഭക്ത്യാ സാഷ്ടാംഗം പ്രണിപത്യ ച ബഹുധാ പ്രാർത്ഥയാമാസ കൈകേയ ഗുരുണാ സഹ. ഇതി ഉക്ത്വാ ഇപ്രകാരം പറഞ്ഞിട്ട്
ഭക്തിയോടുകൂടി പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണിപത്യ, സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഗുരുണ കൈകേയ സഹ, ഗുരുവിനോടും കൈകേയോടും കൂടി ബഹുധ പ്രാർത്ഥയാമാസ, പലതരത്തിൽ പ്രാർത്ഥിച്ചു പാവം ഭരതൻ. ഇങ്ങനെ പറഞ്ഞ് ഭക്തിയോടു കൂടിയിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. ഗുരുവിനോടും കൈകേയോടും കൂടി പല വിധത്തിൽ പ്രാർത്ഥിച്ചു. അതായത് എന്താ പറഞ്ഞ വെച്ചാൽ കൈകേയിയോടും പ്രാർത്ഥിച്ചു എന്ന് പറയാൻ എന്താ വെച്ചാൽ എനിക്ക് തന്ന രാജ്യം ഞാൻ മടക്കി കൊടുക്കുകയാണ്, അതിന് സമ്മതിക്കണം എന്നുള്ള പോലെയാണ്. അതാണ് എൻ്റെ വാക്യത്തെ ഇനിമേലെ എൻ്റെ സ്വന്തം ഇഷ്ടാനുസരണം മടക്കി തരുന്നു, സ്വീകരിക്കണം എന്ന് കൈകേയും ശ്രീരാമനോട് പ്രാർത്ഥിച്ചു എന്നർത്ഥം. അതായത് കൈകേയോടുകൂടി ബഹുവിധത്തിൽ പ്രാർത്ഥിച്ചു എന്ന്. അതായത് വസിഷ്ഠനും പറഞ്ഞു ഭരതൻ തിരിച്ചു തന്ന രാജ്യം ഏറ്റെടുക്കണം. അപ്പം ആ അച്ഛൻ്റെ വാക്കൊക്കെ അനുസരിച്ചുല്ലോ, 14 കൊല്ലം വനത്തിൽ പോകണമെന്നല്ലേ കൈകേയി ആവശ്യപ്പെട്ടുള്ളൂ. അപ്പം അത് കഴിഞ്ഞൂല്ലോ. അതുകൊണ്ട് ഇനി രാജ്യം തിരിച്ചെടുക്കണം എന്ന് ആദ്യം ഭരതൻ പറഞ്ഞു. പക്ഷേ വസിഷ്ഠനും കൈകേയിയും ഭരതൻ പറഞ്ഞു തന്നെ പറഞ്ഞു. അതുകൊണ്ട് ദയവ് ചെയ്ത് തിരിച്ചെടുക്കണമെന്ന് അവരും കൂടിയും പ്രാർത്ഥിച്ചു. ശ്രീരാമനോടെ ഇപ്പം ഭരതൻ മടക്കി തരുന്ന രാജ്യം അങ്ങ് സന്തോഷമായിട്ട് സ്വീകരിക്കണമെന്ന് ഭരതൻ മാത്രമല്ല പറഞ്ഞുള്ളൂ, കൈകേയും വസിഷ്ഠനും ശ്രീരാമനോട് പറഞ്ഞു എന്നാണ് അർത്ഥം. അതിന് ഇത്യുക്ത്വാ പാദയോർഭക്ത്യാ സാഷ്ടാംഗം പ്രണിപത്യ ച ബഹുധ പ്രാർത്ഥയാമാസ കൈകേയ ഗുരുണാ സഹ. കൈകേയും ഗുരു അങ്ങനെ രാജ്യം തിരിച്ചെടുക്കണമെന്ന് പറയാൻ കൂടി. അതാണ് തഥേതി പ്രതിജഗ്രാഹ അല്ലേ? അതെ. ഭരതാദ്രാജ്യമീശ്വര മായാമാശ്രിത്യ സകലാം നരചേഷ്ടാമുപാഗത. മായാം ആശ്രിത്യ, മായയെ ആശ്രയിച്ചിട്ട് സകലാം നരചേഷ്ടാം, എല്ലാ നരചേഷ്ടയെ, ആൾക്കാരുടെ എല്ലാ ചേഷ്ടകളെയും ഉപാഗത ഈശ്വര, പ്രാപിച്ചിരിക്കുന്ന ഈശ്വരൻ തഥാ ഇതി അപ്രകാരമെന്ന് പറഞ്ഞിട്ട് ഭരതനിൽ നിന്ന് രാജ്യം പ്രതിജഗ്രാഹ, ശരിയെന്ന് പറഞ്ഞിട്ട് അതാണ് മായ. അതായത് ഭഗവാൻ ശരിക്ക് പരബ്രഹ്മം തന്നെ മായത്തെ സത്വഗുണം എടുത്ത് അവതരിച്ച ആളാണല്ലോ. അതുകൊണ്ടാണ് മായയെ സ്വീകരിച്ച പറഞ്ഞത്. മായയിലത്തെ സത്വഗുണത്തിനെ സ്വീകരിച്ച് ഒരു മനുഷ്യനായി ജന്മെടുത്ത, എന്നാൽ സാക്ഷാൽ ഈശ്വരൻ തന്നെയായ ശ്രീരാമൻ അങ്ങനെ ആവട്ടെ എന്ന് സമ്മതിച്ച് ഭരതനിൽ നിന്ന് രാജ്യം സ്വീകരിച്ചു. അതായത് അതായത് ആ രാജസിംഹാസനത്തിൽ ഇരുന്നു എന്നർത്ഥം. അതായത് ശരിക്ക് ഭഗവാൻ തന്നെയാണല്ലോ മഹാവിഷ്ണു എന്നോ അല്ലെങ്കിൽ പരബ്രഹ്മം തന്നെ സത്വഗുണസ്വരൂപം സ്വീകരിച്ച് മനുഷ്യനായി അവതരിച്ച ആ സാക്ഷാൽ ഈശ്വരനായിട്ടുള്ള ഭഗവാൻ ശരി അങ്ങനെ ആവാമെന്ന് പറഞ്ഞ് രാജ്യം സ്വീകരിച്ച് സിംഹാസനത്തിൽ ഇരുന്നു. തഥേതി പ്രതിജഗ്രാഹ ഭരതാദ്രാജ്യമീശ്വര മായാമാശ്രിത്യ സകലാം നരചേഷ്ടാം ഉപാഗത. അതായത് മായത്തെ ഗുണമെടുത്തിട്ട് മനുഷ്യനായി അവതരിച്ചിട്ടാണല്ലോ ലീലകളൊക്കെ ആടിയത് ആ ഭഗവാൻ ശരിയെന്ന് പറഞ്ഞു എന്ന്. സ്വരാജ്യാനുഭവോ യസ്യ സുഖജ്ഞാനൈകരൂപിണ നിരസ്താതിശയാനന്ദരൂപിണ പരമാത്മന മാനുഷേണ ദുരാജ്യേന കിം തസ്യ ജഗദീശിതു. എന്താണ്? യസ്യ ഏതൊരുവന് സ്വരാജ്യാനുഭവ, സ്വന്തം സുഖത്തിൻ്റെ അനുഭവം, സുഖജ്ഞാനേകരൂപിണ, സുഖവും ജ്ഞാനവുമാകുന്ന ഏകരൂപത്തോടും നിരസ്താതിശയാനന്ദരൂപിണ, അതായത് നിരസിക്കപ്പെട്ട, അതാണ് നിരസ്താതിശയം, അതിശയാനന്ദമാകുന്ന രൂപത്തോടു കൂടിയ പരമാത്മന, പരമാത്മാവും ജഗദീശിതും തസ്യ, ഈ ജഗത്തിൻ്റെ മുഴുവൻ ഈശ്വരനുമായ അവന് മാനുഷേണ രാജ്യേനാത്തു, മനുഷ്യനെ സംബന്ധിച്ചുള്ള ഈ രാജ്യം കൊണ്ടാകട്ടെ എന്തു ഫലം. ഭഗവാനിപ്പോൾ രാജ്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലൊക്കെ ഒരുപോലെയാണ് അല്ലേ? എന്താ വെച്ചാൽ ഏതൊരുവനാണ് ആത്മാരാമനായിട്ടിരിക്കണത് ആ ആൾക്ക് രാജ്യവും വേണ്ട, ഭാര്യയും വേണ്ട, കുട്ടികൾ, ആത്മാരാമനാണ്, അവനവനിൽ തന്നെ ലഭിക്കുന്നവനല്ലേ. അതാണ് ഏതൊരാളാണ് ആത്മാരാമനായി സുഖം അനുഭവിക്കുന്നത്, ഏതൊരാളുടെ സ്വരൂപവും സുഖവും ജ്ഞാനവും
ഒരാളെ ആരാണ് സച്ചിദാനന്ദ സ്വരൂപം തന്നെ ആയിരിക്കുന്നത്? ആരാണ് ആത്മാരാമനായിരിക്കുന്നത്? ആരാണ് സച്ചിദാനന്ദൻ തന്നെ സ്വരൂപം പൂണ്ടവനായിരിക്കുന്നത്? അപ്പോൾ അങ്ങനെ ആൾക്ക് മനുഷ്യാനന്ദം മുതൽ ബ്രഹ്മാവിൻ്റെ ആനന്ദം വരെ ഒന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. അതൊക്കെ വേറെ എന്തിനെങ്കിലും ആശ്രയിച്ചിട്ടാണ്. നമ്മുടെ എല്ലാ സന്തോഷങ്ങളും എന്തിനെങ്കിലും ആശ്രയിച്ചിട്ടാണ്. ബ്രഹ്മാവിൻ്റെ അടക്കം. ഭഗവാൻ അങ്ങനെയല്ല, ആത്മാരാമനാണ്. അതാണ് ബ്രഹ്മാവിൻ്റെ ആനന്ദം വരെ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ഭഗവാന്റെ ആനന്ദത്തിന് തുല്യമായിട്ട് ഒന്നുമില്ല. അതിന് തുല്യം ഇല്ലാത്തതായിട്ടുള്ള ആ പരമാനന്ദം ഏതൊരു ഭഗവാന്റെ സ്വരൂപം തന്നെയാണോ, സച്ചിദാനന്ദ സ്വരൂപനാണല്ലോ, ജ്ഞാനസ്വരൂപനാണല്ലോ, പരമാത്മാവും ലോകേശ്വരനുമായ ആ രാമന് മനുഷ്യർക്ക് സന്തോഷം നൽകുന്ന ഈ രാജ്യം കൊണ്ടൊക്കെ എന്താ ഒരാവശ്യം എന്ന് പറയണ വസിഷ്ഠൻ തന്നെ പറയാണ് അല്ലേ? കാരണം ഭഗവാൻ ആത്മാരാമനാണ്. ഇനി അദ്ദേഹത്തിന് സന്തോഷത്തിനൊന്നും വേണ്ട. ബാക്കി എല്ലാവരുടെ സന്തോഷം ഇതുപോലെ ഉള്ള സന്തോഷമല്ല. കാരണം എന്തിനെങ്കിലും ആശ്രയിച്ചിട്ടാണ്. ഭഗവാന്റെ സന്തോഷം ഒന്നിനെ ആശ്രയിച്ചിട്ടല്ല. അങ്ങനെയുള്ള ആനന്ദ സ്വരൂപൻ തന്നെയാണ്. അല്ലെങ്കിൽ ജ്ഞാനാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്, ലോകേശ്വരനുമായിട്ടുള്ള ഈ ശ്രീരാമന് മനുഷ്യർക്ക് സന്തോഷം നൽകുന്ന ഈ രാജ്യം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് എന്ത് ഫലം? കിം തസ്യ ജഗദീശിതു, ജഗദീശ്വരന് ഇതുകൊണ്ടൊക്കെ എന്താ കാര്യം എന്ന് പറയാണ്. സ്വരാജ്യാനുഭവോ യസ്യ സുഖജ്ഞാനേകരൂപിണ, ഭഗവാൻ ആനന്ദജ്ഞാന രൂപിയാണല്ലോ. നിരസ്താതിശയ ആനന്ദരൂപിണ പരമാത്മന മാനുഷേണ തു രാജ്യേന കിം തസ്യ ജഗദീശിതു. അതുകൊണ്ടൊക്കെ എന്താ ഭഗവാന് ഗുണം. അപ്പോൾ അവിടെ നിർത്താം നമുക്ക്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.